എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 ആയുഷ് കോഴ്സുകളിലേക്കുള്ള, അതായത് ആയുഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആണ്. മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക്, ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള ഇത്രയും കോഴ്സുകളാണ് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ഫസ്റ്റ് ഫേസ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ്. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ce.kerala.gov.in/scheme2025/ എന്നുള്ള പേജിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇനി അതല്ലെങ്കിൽ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ഒരു പേജിൽ വന്ന ശേഷം നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ മെഡിക്കലിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആയുഷ് ഓർ അലൈഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആയുഷ് ഓർ അലൈഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ മെഡിക്കൽ എന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഫേസ് ആയുഷ് ഓർ അലൈഡ് കോഴ്സസിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാൻ പറ്റത്തില്ല. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ വന്ന ശേഷം ആ ഒരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ്, അതായത് ആയുഷ് ഓർ അലൈഡ് കോഴ്സസിൻ്റെ അലോട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് PDF ഓപ്പൺ ആവുകയാണ് ചെയ്യുക. അതേസമയം മറ്റ് ബ്രൗസറുകളിൽ ചില ബ്രൗസറുകളിൽ നിങ്ങൾ ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലികം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് തന്നെ കൊടുത്തത് കാണാം കീം 2025 അലോട്ട്മെൻറ്റ് ടു ആയുഷ് ഓർ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഒരു ആയുഷ് ഓർ അലൈഡ് കോഴ്സസിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴ്സ് ഏതാണ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, അതായത് നിങ്ങളുടെ കാസ്റ്റിൻ്റെ കാറ്റഗറി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അലോട്ടഡ് കാറ്റഗറി ഏതാണ്, അതുപോലെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്ന് വെച്ചാൽ SM എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന റാങ്ക് ആണ്. ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് SM എന്ന് കാണാം, അതാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അതിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു റാങ്കാണ് SM എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ MU എന്ന് വെച്ചാൽ മുസ്ലിം കാറ്റഗറിയാണ്, അതുപോലെ EZ എന്ന് വെച്ചാൽ EAWA, EW എന്ന് വെച്ചാൽ എക്കണോമിക്കലി വീക്കർ സെഷൻ, അതുപോലെ തന്നെ LA എന്ന് വെച്ചാൽ ലാറ്റിൻ കത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ. ഇതുപോലെ ഓരോ വിഭാഗം സീറ്റ് റിസർവേഷനിലും ഏത് റിസർവേഷനിലാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഇത് 76 പേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലുണ്ടോ എന്ന് കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾ പരിശോധിക്കുക. സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇത് PDF വ്യൂവർ ആണ്, അതുകൊണ്ടാണ് ഇതുപോലെ സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിലെ 3 ഡോട്ട്സ് കാണാൻ പറ്റും ക്രോം ബ്രൗസറിൽ. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ലിങ്ക്, അതായത് ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഇതിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് കിട്ടിയത്, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. ഇവിടെ ഏത് കോഴ്സിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ BVSC എന്ന് വെച്ചാൽ വെറ്റിനറി കോഴ്സാണ്.
ആണ്. അതുപോലെ തന്നെ BAMS എന്ന് വെച്ചാൽ ആയുർവേദ കോഴ്സാണ്. അതുപോലെ തന്നെ BHMS ഉണ്ടാകും, അത് ഈ ഒരു ഹോമിയോപ്പതിയാണ്. BSc അഗ്രികൾച്ചർ ആണെങ്കിൽ അതാണ്, അത് അഗ്രികൾച്ചർ കോഴ്സാണ്. ഈ ഒരു രീതിയിൽ പല കോഴ്സുകളും നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഇത് താൽക്കാലിക അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കോളേജിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പരാതികൾ അറിയിക്കേണ്ട ഈ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയുഷോർ അലൈഡ് പ്രൊഫഷണൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിജ്ഞാപനം പരിശോധിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏത് പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇമെയിൽ അഡ്രസ്സിലാണ് അത് അയക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിജ്ഞാപനം കീം 2025 ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 1ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2025 ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക് ബയോടെക്നോളജി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത് കോഴ്സുകളിലേക്കുള്ള 1ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ 5/9/2025 മുതൽ 10/9/2025 വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓൺലൈൻ ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാവുന്നതാണ്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും സാധുവായ പരാതികൾ, അതായത് ജെന്യൂനായിട്ട് ഒറിജിനലായിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പരാതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതികൾ പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് അല്ല ഇമെയിൽ അഡ്രസ്സായിട്ടുള്ള പരീക്ഷാ കമ്മീഷണറുടെ ce.ce@kerala.gov.in എന്നുള്ള ഇമെയിൽ മുഖാന്തരം 12/9/2025 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. 12/9 എന്ന് പറയുമ്പോൾ നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ പരാതികൾ അറിയിക്കേണ്ടതാണ്. സാധുവായ പരാതികൾ പരിഹരിച്ച ശേഷം ഉള്ള അന്തിമ അലോട്ട്മെൻറ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.